തീർച്ചയായിട്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് വൻ ദുരന്തമാണ്, സുരക്ഷാ വീഴ്ചയാണ്. ഞാൻ ആരോഗ്യവകുപ്പ് മന്ത്രിയായിട്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞത് അത് സാധാരണഗതിയിൽ ഒരു അന്വേഷണം കൊണ്ട് ഇതിന്റെ വസ്തുത പുറത്തു വരില്ല. അതുകൊണ്ട് സർക്കാർ ഇതര ഏജൻസി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഔട്ട്സൈഡ് ഏജൻസി അന്വേഷിച്ചാൽ മാത്രമേ വസ്തുത പുറത്തു കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. നമ്മുടെ PWയുടെ ഇലക്ട്രിക്കൽ വിങ് അന്വേഷിച്ചുകൊണ്ട് എന്ത് കാര്യം? അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ട് എന്ത് കാര്യം? അപ്പോൾ 5 പേരുടെ മരണത്തിന് ഇടയാക്കിയ വളരെ ദാരുണമായ സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായത്. വാസ്തവത്തിൽ രോഗികളുടെ ജീവൻ രക്ഷിക്കേണ്ട മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ 5 പേരുടെ മരണം ഉണ്ടായിരിക്കുന്നത്. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് കണ്ടെത്താൻ ഒരു നിഷ്പക്ഷവും നീതിപൂർവമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. ഞാനത് ആരോഗ്യമന്ത്രിയുമായിട്ട് ഇപ്പോൾ ഫോണിൽ സംസാരിച്ചു. മന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടത് സർക്കാരിന്റെ ഒരു ഏജൻസി അന്വേഷിച്ചുകൊണ്ട് കാര്യമില്ല, ഒരു നിഷ്പക്ഷമായ അന്വേഷണത്തിനുള്ള അവസരം ഒരുക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി അത് വളരെ ദൌർഭാഗ്യകരമായ ഒരു സംഭവമാണ്. അവിടെ ചികിത്സ തേടി എത്തുന്ന രോഗികളാണ്, പാവപ്പെട്ട ആളുകളാണ്. മെഡിക്കൽ കോളേജ്, സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ ചികിത്സയ്ക്ക് പോകുന്ന പാവങ്ങളാണ്, കൂടുതലും സാധാരണക്കാരാണ്. അപ്പൊ അവരുടെ ജീവൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള ബാധ്യത, ഉത്തരവാദിത്തം സർക്കാരിനുണ്ട്, ആരോഗ്യ വകുപ്പിനുണ്ട്, അവിടുത്തെ മെഡിക്കൽ കോളേജ് അധികൃതർക്കുണ്ട്. മാത്രമല്ല അഗ്നിശമന വിഭാഗം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ വേദിയിലിരുത്തി ഇന്നലെ പ്രധാനമന്ത്രി പറഞ്ഞത് CPM-ന്റെ മുതലാളിത്ത ചങ്ങാത്ത രാഷ്ട്രീയത്തെക്കുറിച്ചാണ്. അതിനെതിരെ മുഖ്യമന്ത്രി ഒരക്ഷരം പ്രതികരിച്ചില്ല എന്ന് മാത്രമല്ല, അതിനെ സ്തുതിക്കുന്ന രീതിയിലാണ് തുറമുഖ വകുപ്പ് മന്ത്രി പോലും പറഞ്ഞത്. ഇന്നലെ പ്രധാനമന്ത്രിക്ക് മറുപടി പറയാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്ക് ഉണ്ടായിരുന്നു. ഒന്ന്, അദാനി പാർട്ണറാണെന്ന് പറഞ്ഞത്, CPM-ന്റെ പാർട്ണറാണ് എന്ന് പറഞ്ഞത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഇടതുപക്ഷം എന്ന നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇപ്പൊ അവരേതാണ്ട് ഒരു മുതലാളിത്ത സമീപനമാണ് CPM കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അദാനിക്കെതിരെ സംസാരിക്കുന്ന ആളുകളോട് പോലും ഇവർക്ക് പുച്ഛമാണ്. ആ നിലയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയാതിരുന്നു ഒരിക്കലും ശരിയല്ല. പ്രധാനമന്ത്രി അതിനകത്ത് രാഷ്ട്രീയം പറയാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പച്ചയായ രാഷ്ട്രീയമാണ്. ഇങ്ങനെ ഒരു സർക്കാർ പരിപാടിയിൽ വന്ന് പ്രധാനമന്ത്രി രാഷ്ട്രീയം പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. പ്രധാനമന്ത്രി ചെയ്യേണ്ടത്, ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തീവ്രവാദികളുടെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളിയെ നേരിടാൻ ശിക്ഷാശക്തി കാണിക്കുകയാണ് പ്രധാനമന്ത്രി ചെയ്യേണ്ടത്. അത് ചെയ്യാതെ ഒരു ഗവൺമെന്റ് പരിപാടിയിൽ വന്ന് രാഷ്ട്രീയം പറഞ്ഞത് ഒരിക്കലും ശരിയല്ല. അത് അർഹിക്കുന്ന അവജ്ഞയോടെ കേരളം തള്ളിക്കളയും എന്ന കാര്യത്തിൽ സംശയമില്ല. വിഴിഞ്ഞം കരാറ് എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഒപ്പിട്ടത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ ഈ പദ്ധതി ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരാരും അവിടെ പരാമർശിച്ചില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങൾക്കറിയാം ആരാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഈ പദ്ധതിക്കെതിരായി അഴിമതി ആരോപണം ഉന്നയിച്ചു ഇന്നത്തെ മുഖ്യമന്ത്രി. ഇതിനെതിരായി മുഖ്യമന്ത്രി അധികാരത്തിൽ വന്ന ശേഷം ശ്രീ പിണറായി വിജയൻ തന്നെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അന്വേഷണ റിപ്പോർട്ട് നിയമസഭയുടെ മുമ്പിലുണ്ട്. 1 രൂപയുടെ അഴിമതി കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ പദ്ധതിയെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് തടസ്സപ്പെടുത്താനും അട്ടിമറിക്കാനും ശ്രമിച്ചത് CPM ആയിരുന്നു. അതിനെല്ലാം നേരിട്ടുകൊണ്ടാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതിക്ക് ഒപ്പിട്ടതും ഈ പദ്ധതി നടപ്പാക്കാനുള്ള ഇച്ഛാശക്തി പ്രകടിപ്പിച്ചതും. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളത് ഞങ്ങൾ വലിയ ഗൌരവത്തിലെടുക്കുന്നില്ല. ജനങ്ങൾക്ക് വസ്തുത അറിയാം. എവിടെ ഉന്നയിച്ചത്? ഇത് ഇങ്ങനെ ഒരു കരാറുമായി മുന്നോട്ട് പോകരുത്, അഴിമതിയുണ്ട് എന്ന് ആദ്യമായി ഉന്നയിച്ചത്. അല്ല, അത് ആരാണെങ്കിലും ശരി. ഞാൻ പറയട്ടെ, AICCയുടെ പോലും തീരുമാനമില്ലാതെ ഉമ്മൻചാണ്ടി ഒപ്പുവെച്ചതിനെ ഞാൻ അടക്കം എതിർത്തു. ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെ ഒരു കരാർ ഒപ്പുവെച്ചപ്പോ എന്ന് പറഞ്ഞത് VM സുധീരനാണ്. അല്ല, അത് ആരെ എതിർത്താലും ശരി, അത് കേരളത്തിന്റെ ആവശ്യമായിരുന്നു എന്ന് കണ്ടുകൊണ്ടാണ്
അന്ന് അത് ഒപ്പിട്ടത്. അന്ന് ഞാൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു. ഞാനും അതിനെ പൂർണ്ണമായി പിന്തുണച്ച ഒരാളാണ്. കാരണം അത് കേരളത്തെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. പറയുമ്പോ നമ്മള് പിണറായി വിജയൻ എതിർത്തു എന്ന് പറയുമ്പോ സ്വന്തം എതിർത്തു എന്നല്ല, സ്വന്തം പാർട്ടി സുധീറിനെ പോലെ മുൻ KPCC പ്രസിഡന്റാണ് എതിർത്തത്. ആരെതിർത്താലും ശരി കേരളത്തിന്റെ താല്പര്യത്തിന് ആവശ്യമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് അന്ന് ഒപ്പിട്ടത്. അല്ലല്ല അഴിമതി ആരോപണം ഉന്നയിച്ചത് പിണറായി വിജയൻ തന്നെയാണ്. 6,000 കോടി രൂപ 6,000 കോടി രൂപയുടെ പദ്ധതിയിൽ 4,000 കോടി രൂപയുടെ അഴിമതി ഉന്നയിച്ചത് പിണറായി വിജയനാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായ ശേഷം ജുഡീഷ്യൽ അന്വേഷണം നടത്തി. ആ ജുഡീഷ്യൽ അന്വേഷണം ജസ്റ്റിസ് രാമേന്ദ്രൻ നായരായിരുന്നു കമ്മീഷൻ. ആ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്തുണ്ട്. ഒരു അഴിമതിയില്ല എന്ന് കണ്ടെത്തി. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാനുള്ള ധീരമായ തീരുമാനമെടുത്തത് ഉമ്മൻചാണ്ടി ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അത് സ്മരിക്കാൻ പോലുമുള്ള മാന്യത മുഖ്യമന്ത്രി കാണിക്കാതിരുന്നത് വളരെ തെറ്റായി. പക്ഷെ ജനങ്ങൾക്കിതറിയാം. അല്ല, KPCCയിൽ മാറ്റം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. KPCC പ്രസിഡന്റ് കോൺഗ്രസ് പ്രസിഡന്റുമായും ശ്രീ രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചിട്ടുണ്ട്. എന്താ സംസാരിച്ചതെന്ന് അവർക്കേ അറിയുള്ളൂ. പക്ഷേ ഇത് കാര്യത്തിലൊക്കെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണ അധികാരം ഹൈക്കമാൻഡിനാണുള്ളത്. അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി അതിന് മറ്റു വിശദാംശങ്ങൾ എനിക്കറിയില്ല.